ഈ നാടിനെന്തു പറ്റി? നമ്മുടെ ഇടയില് ഒരു മാറ്റൊലി പോലെ പ്രതിധ്വനിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്നിത്. ഈ ചോദ്യം കേരളത്തെക്കുറിച്ചാണെന്ന് ലോകത്തെങ്ങുമുള്ള മലയാളികളായ നമ്മൾക്കറിയാം. എത്ര ഭയാനകമായ സംഭവങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ നടക്കുന്നത്. മനസാക്ഷിയില്ലാതെ പ്രിയപ്പെട്ടവരെ അറുകൊല ചെയ്ത എത്ര സംഭവങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞ് ഈ 2 മാസത്തിനുള്ളിൽ, കഴിഞ്ഞ ഈ പുതുവർഷം തുടങ്ങിയ പിന്നെ തന്നെ ധാർമ്മിക ബോധം നഷ്ടപ്പെട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന ഭയത്തോടെയാണ് ഓരോ ദിവസവും നമ്മളെ വിളിച്ചുണർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുഞ്ഞുങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഒരു അരാജകത്വമല്ല എന്ന് നമുക്ക് അറിയാം. കുടുംബ ബന്ധങ്ങളുടെ പവിത്രത നഷ്ടപ്പെടുത്തി കൊലപാതകത്തിലും ഡിവോഴ്സിലും ആത്മഹത്യയിലും അവസാനിക്കുന്ന എത്ര സംഭവങ്ങളാണ് നമ്മുടെ ഇടയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ട്രെയിന് തലവെച്ച ഒരു മാതാവും 2 പിഞ്ചോമനകളും അതിൻ്റെ ഇരകളല്ലേ. നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെയും അതിൻ്റെ ഘടനയുടെയും അടിത്തറ തന്നെ ഇളകിയിരിക്കുന്ന സ്ഥിതിയിലാണ് ഇന്ന് നാം എത്തിയിരിക്കുന്നത്. വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത ഒരു പുതിയ തലമുറ, മാതാപിതാക്കളെ അവരുടെ ബലഹീനതകളിൽ നോക്കാൻ മടിക്കുന്ന കുഞ്ഞുങ്ങൾ, വർഗീയതയുടെ പേരിൽ സഹജീവികളെ കൂട്ടക്കൊല ചെയ്യാനും സഹോദരിമാരെ ബലാത്സംഗം ചെയ്യാനും മടിയില്ലാത്ത മതഭ്രാന്തന്മാർ. നിങ്ങൾ കേട്ടില്ലേ, കഴിഞ്ഞ ആഴ്ചയിൽ ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ ക്രൂരമായ ആക്രമണത്തിന് ശേഷം 70 ക്രിസ്ത്യാനികളെയാണ് ശിരച്ഛേദം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, 1999-നും 2021-നും ഇടയിൽ 1 ദശലക്ഷത്തിലധികം ആളുകളാണ് US മയക്കുമരുന്ന് അമിതമായി കഴിച്ച് മരിച്ചുപോയത്. 1 ദശലക്ഷത്തിലധികം. നമുക്ക് ഈ കണക്കൊക്കെ പറയാൻ, അത് കേട്ടിരിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു 18 വയസ്സുകാരിയെ കഴിഞ്ഞ വാലന്റൈൻസ് ഡേയിൽ അതിൻ്റെ തൊട്ട് മുമ്പ് അറസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഇന്ത്യാന ഹൈസ്കൂളിൽ, അത് ഇവിടെയുള്ളൊരു ഹൈസ്കൂളാണ്, ഒരു സ്റ്റേറ്റിൽ, അവൾ പ്ലാൻ ചെയ്ത വെടിവയ്പ് നടത്താതെ രക്ഷപ്പെട്ടത്, ആ കുഞ്ഞുങ്ങളൊക്കെ രക്ഷപ്പെട്ടത് അതുകൊണ്ടാണ്. അവളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇവിടുത്തെ ഇന്റലിജൻസ് അത് കണ്ടെത്തി അവളെ പെട്ടെന്ന് അതിനു മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്ത് രക്ഷപ്പെടുകയായിരുന്നു ആ കുഞ്ഞുങ്ങൾ. എത്ര സംഭവങ്ങൾ അല്ലാതെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞത് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഒരു നാടിൻ്റെ മാത്രം പ്രശ്നമല്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഹ്യൂമാനിറ്റിയുടെ, മാനവരാശിയുടെ മുഴുവൻ ഒരു ആഗോള പ്രശ്നമായിട്ട് മാറിയിരിക്കുക. ഇന്നത്തെ തലമുറ ആരുടെയും ഉപദേശങ്ങളോ മാർഗനിർദ്ദേശങ്ങളോ ഉൾക്കൊള്ളാൻ തയ്യാറല്ല. മൂല്യങ്ങളെ അവർ കാറ്റിൽ പറത്തി ആരോടും കടപ്പാടില്ലാതെ സ്വതന്ത്രമായി ജീവിക്കാൻ അവർക്ക് വേണ്ടി തന്നെ മൂല്യങ്ങൾ ഉണ്ടാക്കുക. കേരളത്തിലേക്ക് തന്നെ മടങ്ങി വന്നാലേ, ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ 1892-ൽ സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഇന്ന് ഈ നാടിനുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു പോവുകയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകളും വിലക്കുകളും ഒക്കെ കണ്ടായിരുന്നു അദ്ദേഹം അന്നത് പറഞ്ഞത്. ഇന്നിപ്പോൾ സമസ്ത മേഖലയ്ക്കും ഭ്രാന്ത് പിടിച്ചിരിക്കുകയല്ലേ. അതിനെ തളയ്ക്കാനുള്ള ചങ്ങലയ്ക്ക് പോലും ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നതല്ലേ ശരി. നമ്മുടെ തലമുറയുടെ മാനസിക ദുർബലത എത്രത്തോളം പൈശാചികവും ക്രൂരവും അധപ്പതിച്ചതുമാണെന്നറിയാൻ ഈ ഓൺലൈൻ മീഡിയകളിലേക്ക്, പ്രത്യേകിച്ച് അതിൻ്റെ കമന്റ് കോളത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. മറ്റുള്ളവരെ ശത്രുക്കളായും വസ്തുക്കളായും കാണുന്ന ഒരു സമൂഹത്തിനും അതിലെ സംവിധാനങ്ങൾക്കും ധാർമ്മിക മൂല്യങ്ങളുടെ നിർവചനം മറ്റൊന്നാണ്. കാര്യം ഇത്രത്തോളം വഷളായ നിലയ്ക്ക് നമ്മുടെ തലമുറകളുടെ വഴിവിട്ട പോക്കിന്റെ ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കുക? അവരുടെ മാതാപിതാക്കളെ മാത്രം കുറ്റപ്പെടുത്തിയാൽ അതിനുള്ള ഉത്തരമാകുമോ? ഇന്നും ഞാൻ വായിച്ച ഒരു വാർത്തയിൽ, മനോരമയിൽ കണ്ടത്, പോലീസിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് അവര് വേറൊരാളോട് അതിൻ്റെ പേരിൽ പഴിയേരാൻ മാതാപിതാക്കളെ, സ്കൂളുകളെ ഒക്കെ അവരെ കുറ്റപ്പെടുത്തുകയാണ്.
നോക്കണേ, വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരും ഇതിന് ഉത്തരവാദികളാ. അതാണ് സത്യം. കൂട്ടര ഉത്തരവാദിത്വമുള്ള ഒരു സാമൂഹിക വ്യവസ്ഥയിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നതെന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. മതവും രാഷ്ട്രീയവും സംസ്കാരവും എല്ലാം കൂടിച്ചേരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയിലാണല്ലോ നമ്മുടെ തലമുറ വളർന്ന് അവരായി മാറുന്നത്. എന്തായിരുന്നു മതങ്ങളുടെ ലക്ഷ്യം? ഞാൻ ജനറലായിട്ട് പറഞ്ഞു പോവുകയാണ്. തങ്ങളുടെ ആത്മീയവും ഭൗമികവുമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുന്ന വിശ്വാസ സമൂഹങ്ങൾക്ക് വേണ്ടിയാണ് മതങ്ങൾ ഉടലെടുത്തത്. എന്നാൽ ഇന്ന് മതങ്ങൾക്ക് അങ്ങനെ ഒരു നിർവചനം കൊടുക്കാൻ കഴിയുമോ? വർഗീയവും ദ്രവ്യാഗ്രഹവും അഴിമതിയും കാപട്യവും എന്തെല്ലാം മുഖങ്ങളാണ് മതത്തിനുള്ളത്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്ന നമ്മുടെ മൂല്യവ്യവസ്ഥകളെ തകിടം മറിയാൻ കാരണം ഈ മതങ്ങൾക്ക് സംഭവിച്ച വ്യതിചലനമാണെന്ന് ഞാൻ പറയും. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അയൽക്കാരനെയും തിരിച്ചറിയാനും അവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനുമുള്ള മൂല്യബോധം തലമുറകൾക്ക് നഷ്ടമായത് ഇങ്ങനെയുള്ള ഇന്നത്തെ മതത്തിൻ്റെ വൈകല്യങ്ങൾ കാരണമാണെന്ന് പറഞ്ഞാൽ അതിനെ അങ്ങനെ അല്ലെന്ന് പറയാൻ ആർക്ക് കഴിയും? ഇനി രാഷ്ട്രീയത്തിന്റെ കാര്യം എടുത്തുവല്ലോ. രാഷ്ട്ര സേവനത്തിനായി ജീവിതം സമർപ്പിച്ച ദേശസ്നേഹികളുടെ മാർഗമായിരുന്നല്ലോ രാഷ്ട്രീയം. നമുക്ക് അങ്ങനെയുള്ള മഹാന്മാരുടെ എത്രയോ ചരിത്രം പറയാനുണ്ട് നമ്മുടെ രാജ്യത്തെക്കുറിച്ചൊക്കെ തന്നെ. മഹാത്മാവ് എന്ന് പറഞ്ഞ് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആളുകൾ പോലും ആ രാഷ്ട്ര സേവനത്തിന്റെ പിന്നിലുണ്ടായിരുന്നല്ലോ. ഇന്നിപ്പോഴെന്താ സ്ഥിതി? സ്ഥാനമോഹികളുടെ, അഴിമതി വീരന്മാരുടെ, ക്രിമിനലുകളുടെ സങ്കേതമായി ആ പ്രസ്ഥാനം ദേശദ്രോഹികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയല്ലേ. ഞാൻ ഇതിനകത്തൊന്നും നല്ലവരില്ലെന്നുള്ള അർത്ഥത്തിലല്ല ഈ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനറലൈസ് ചെയ്താണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടില് ഗുണ്ടകൾക്കും മദ്യത്തിനും മയക്കുമരുന്നിനും കൈക്കൂലിക്കും ഇടം കൊടുത്തത് ഇവരുടെ കൂട്ടത്തിലുള്ള ഈ സ്വാർത്ഥ ലാഭ കൊതിയന്മാരുടെ കുബുദ്ധിയിൽ നിന്നായിരുന്നില്ലേ? കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്നാണോ നമ്മുടെ ഇളം തലമുറകൾക്ക് കൊല ചെയ്യാനുള്ള അറപ്പ് മാറിയതെന്ന് പോലും ആരെങ്കിലും സംശയിച്ചാൽ അത് ശരിയല്ലെന്ന് തീർത്തും പറയാൻ നമുക്ക് കഴിയുമോ? ഇനി നമ്മുടെ സംസ്കാരത്തിന്റെ കാര്യം എടുത്തു നോക്കി. നാനാത്വത്തിൽ ഏകത്വം എന്ന ആപ്തവാക്യത്തിൽ ഊറ്റം കൊണ്ട ലോകോത്തര സംസ്കാരത്തിന്റെ ഉടമകളായിരുന്നല്ലോ നമ്മൾ. ഇന്നെന്നാൽ അങ്ങനെ പറയാൻ കഴിയുമോ നമുക്ക്? നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഗുരു ശിഷ്യ ബന്ധങ്ങളിൽ വന്ന മാറ്റം, സാമൂഹിക മൂല്യങ്ങളിൽ അത് വരുത്തിയ ക്ഷതം എത്ര ഭയങ്കരമാണ്. മാതാപിതാക്കളെ പോലെ കുട്ടികളെ ഭയന്ന് ജീവിക്കേണ്ട അവസ്ഥയിലല്ല ഇന്നത്തെ അധ്യാപകർ. ഈയിടെ നടന്ന റാഗിങ്ങിന്റെ കഥയൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. സഹപാഠികളോട് എത്ര നീചമായിട്ടാണ് അവരെ പെരുമാറിയത്. പരസ്പര വിദ്വേഷത്തിന്റെയും പകയുടെയും വിഷം വമിക്കുന്ന സാഹിത്യ കൃതികളും സംസാര രീതികളും നമ്മളെ പരസ്പരം ശത്രുക്കളാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മളെ നശിപ്പിച്ചതിന്റെ പുറകിൽ സിനിമാ ലോകത്തിനും സോഷ്യൽ മീഡിയകൾക്കും വളരെ പങ്കുണ്ട്. അവരുടെ പങ്ക് വളരെ വലുതാണ്. കഴിഞ്ഞ ദിവസവും വായിച്ച വാർത്തയില് അശ്ലീല സിനിമയ്ക്ക് അടിമയായ ഒരു 13-കാരന് 5 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ചെറുത്തപ്പോൾ ആ കുഞ്ഞ് 5 വയസ്സിന് ആ ധാർമ്മിക ബോധം ഉണ്ടായിരുന്നു. അതിനെ കൊലപാതകം നടത്തി അവനെ കസ്റ്റഡിയിൽ വിട്ട കാര്യമൊക്കെ വാർത്ത വന്നതാ, നമ്മൾ വായിച്ചതാ ഇതൊക്കെ. ഇന്റർനെറ്റ് ലോകത്തില് ഈ പൈശാചിക വികാരങ്ങളെ ജ്വലിപ്പിക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ലെന്ന്. ഇതിന്റെ എല്ലാം മുമ്പില് നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്നത് നമ്മുടെ സംവിധാനങ്ങളെല്ലാം ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയും. ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണെന്ന് മാത്രം. മതങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാവണം, രാഷ്ട്രീയക്കാരുടെ കാഴ്ചപ്പാട് മാറണം, കുടുംബ ബന്ധങ്ങളിൽ ജാഗ്രത പുലർത്തണം. ഈ ജീവചക്രങ്ങളെല്ലാം സമന്വയിച്ചാൽ മൂല്യബോധമുള്ള
അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ ക്രമേണ വളർത്തിക്കൊണ്ടുവരാനാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതെല്ലാം കണ്ടിട്ടും കാഴ്ചക്കാരായി നിലകൊള്ളുന്ന മറ്റൊരു കൂട്ടരുണ്ട്. അവരുടെ തലമുറകളൊന്നും ഈ ദുരന്തത്തിൻ്റെ ഇരകളായില്ല എന്നതുകൊണ്ട് മാത്രം അവർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഒരു സഹതാപം. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അയ്യോ അങ്ങനെ പറ്റിയല്ലോ എന്നൊരു ഷോക്ക്. അതുമല്ലെങ്കിൽ ഇതിലെ കാരണം കണ്ടെത്തി കുറ്റപ്പെടുത്താനുള്ളതായ ഒരു ശ്രമം. അതെല്ലാം മാത്രമാണ് ഈ വാർത്തകൾ കൊണ്ട് അവർക്ക് അവരുടെ പ്രതികരണത്തിൽ നമ്മൾ കാണുന്നത്. വാസ്തവത്തിൽ സമൂഹത്തിലേക്ക് രക്ഷാപ്രവർത്തനവുമായി ഇറങ്ങേണ്ടവര് ഇവരാണ്. സഹജീവികൾ അരാജകത്വത്തിന്റെ ചുഴിയിൽ മുങ്ങിത്താഴുമ്പോൾ കൈപിടിച്ച് അവരെ കരക്കെത്തിക്കാനുള്ള ചുമതലയാണ് ഉത്തമ പൗരന്മാർക്കുണ്ടാകേണ്ടത്. നമ്മുടെ നാട്ടില് ഈയിടെ ചിലരൊക്കെ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയതായി കാണുന്നുണ്ട്. ലഹരി വിൽപ്പനക്കാരെ കണ്ടാൽ കൈയോടെ കൈകാര്യം ചെയ്യുമെന്ന്, അവരെ പോലീസിൽ ഏൽപ്പിക്കുമെന്നുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെ ചില ഗ്രാമങ്ങളിലും നാടുകളിലുമൊക്കെ ഉയർന്നത് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് നമ്മൾ കണ്ടു കാണും. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലീസുകാരോട് കൂടുക. പോലീസ് മാത്രം ഉണർന്നാൽ പോരാ, അവരെ നയിക്കുന്ന ഭരണ സംവിധാനങ്ങളും ഉണരണം. ഇല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിലൂടെ അവരെ തിരുത്താൻ പൗരന്മാർക്ക് കഴിയണം. ഞാൻ ഇന്ന് അല്പം സാമൂഹിക കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഞാൻ ഇതുവരെ പക്ഷേ ഒഴിവാക്കി നിർത്തിയ മറ്റൊരു കൂട്ടരുണ്ട്. അത് മറ്റാരുമല്ല, ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന നമ്മൾ തന്നെയാണ്. വാസ്തവത്തിൽ മറ്റാരെക്കാളുമേറെ സമൂഹത്തെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണെന്ന് അറിയേണ്ടവരാണ് നമ്മൾ. എത്ര പേർക്ക് അതറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ സാധാരണ ഇപ്പോഴും സാധാ മട്ടിലെ പാട്ടും പ്രാർത്ഥനയും പ്രസംഗവും, അത് നമുക്കറിയാം എന്തൊക്കെ പ്രാർത്ഥിക്കണം, അതിനകത്ത് ഈ വിഷയങ്ങളൊക്കെ പറയാറുണ്ട് നമ്മൾ. ഇങ്ങനെ നമ്മൾ പാസീവായിട്ട് നമ്മുടെ യാത്ര തുടരേണ്ടതല്ല. നമ്മൾ കുറെ കൂടി ജാഗ്രത പാലിക്കേണ്ട സമയത്ത് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. കാരണം നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് യേശു കർത്താവ് തന്ന കൽപ്പനയുടെ പൊരുളതാണ്. മുറിവേറ്റ് കിടന്ന വഴിയാത്രക്കാരനെ വഴിയമ്പലത്തിലെത്തിച്ച് നല്ല ശമരിയക്കാരന്റെ ഉപമയിലൂടെ കർത്താവ് പഠിപ്പിച്ചത് സഹജീവികളോടുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ്. ഞാൻ ഈ കഥയൊന്നും വിവരിച്ചു പോകുന്നില്ല, നിങ്ങൾക്കറിയാവുന്ന സംഭവങ്ങളാണല്ലോ അതെല്ലാം. ആ കഥയിലെ പുരോഹിതനും ലേവ്യനും മുറിവേറ്റവനെ കണ്ടിട്ടും വഴിമാറിപ്പോയതുപോലെ നമ്മളും ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകേണ്ടവരല്ല എന്നല്ലേ ആ ഉപമയിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. നോക്കണേ, കോവിഡാനന്തരം പണ്ടത്തേക്കാൾ കൂടുതൽ വഷളാക്കപ്പെട്ട ഒരു തലമുറയുടെ നേർചിത്രമാണ് ഞാൻ ഇതുവരെ നിങ്ങളുടെ മുൻപിൽ വരച്ചു കാണിച്ചത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ദൈവസഭകൾക്കും എന്തെങ്കിലും മാറ്റമുണ്ടായതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എത്ര കൺവെൻഷനുകളാണ് ഇതിനോടകം തന്നെ കഴിഞ്ഞത്, ലക്ഷങ്ങൾ മുടക്കിയുള്ള കൺവെൻഷൻ. ദൈവസഭയ്ക്കോ സമൂഹത്തിനോ പ്രയോജനം ഉണ്ടാക്കുന്ന എന്ത് സാക്ഷ്യമാണ് ഇവിടെ നിന്നൊക്കെ നമ്മൾ കേട്ടത്? അതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു റൂട്ടീനായിട്ട് നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ തന്നെ പിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഓൺലൈൻ മീറ്റിങ്ങുകളുടെ ഒരു സംസ്കാരം തന്നെ വർദ്ധിച്ചു വന്നതിനപ്പുറം കോവിഡ് എന്തെങ്കിലും മാറ്റം നമ്മളിൽ വരുത്തിയോ? ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഇതല്ലാണ്ട് തെറ്റാണെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. കുറെ നെഗറ്റീവ് പറഞ്ഞ് നിങ്ങളുടെ സമയം കളഞ്ഞെന്ന് കരുതരുത്. ഈ അരാജകത്തോട് കൃപയോടും വിവേകത്തോടും കൂടി പ്രതികരിക്കാൻ കഴിയണമെങ്കിൽ നമുക്കൊരു ആത്മവിമർശനം ആവശ്യമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോകുന്നത്. ദൈവമക്കൾ എന്ന നിലയിൽ നമ്മൾക്ക് സംഭവിച്ച കുറവുകളെ നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ. സുവിശേഷം എത്തിയിട്ട് 2000-ഓളം വർഷമായ കേരളത്തിലാണ് ഇതൊക്കെ അരങ്ങേറുന്നതെന്ന് ഓർക്കുമ്പോൾ അത് നമ്മൾക്ക് സംഭവിച്ച പരാജയമല്ലെന്ന് പറയാൻ കഴിയുമോ? സത്യത്തിൽ അത് നമ്മളെ തന്നെയല്ല എക്സ്പോസ് ചെയ്യുന്നത്. ഒന്നാമത്,
ദൈവവുമായി ആഴമേറിയ ഒരു ബന്ധത്തിലേക്ക് വരാനുള്ള ഒരു സമർപ്പണം ദൈവജനത്തിനുണ്ടാകണം. കോവിഡ് കഴിഞ്ഞിട്ടും അത് ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാൾ ഒന്ന് പറയുമ്പോൾ മറ്റേയാൾ മറ്റൊന്ന് പറയും. അങ്ങനെയുള്ള ഒരു സ്പിരിറ്റ് നമ്മുടെ ഇടയിലെ ആത്മീയ ഐക്യത്തെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കോവിഡ് കാലത്ത് നമ്മൾ ഏറെ ഉപയോഗിച്ച ഒരു ദൈവവചനം തന്നെയാണ് മഹാമാരിയേക്കാൾ അതിഭയങ്കരമായ നമ്മുടെ തലമുറകളെ നശിപ്പിക്കുന്ന ഈ മഹാവിപത്തിലും നമ്മൾ ദൈവമക്കൾ പ്രാവർത്തികമാക്കേണ്ടത്. 2 ദിനവൃത്താന്തം 7:14 നമ്മൾ മറന്നു കാണുകയില്ല. ആ ദിവസങ്ങളിൽ ഒത്തിരി നമ്മൾ കേട്ടതാണ് അതിനെക്കുറിച്ച്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച്, നീയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാ, അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഈ വചനത്തിൽ നിന്ന് പ്രധാനമായും 2 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്, ദേശത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികൾ നമ്മളാണ്. വി നീഡ് ടു ടേക്ക് ദ ഓണർഷിപ്പ്. ഇവിടെ വചനം പറയുന്നത് നമ്മളാണ് ദുർമാർഗങ്ങളെ വിട്ട് തിരിയേണ്ടതെന്ന്. ഈ ദുർമാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചരസും കഞ്ചാവും ഒന്നും അടിക്കാൻ പോയെന്ന് അർത്ഥമില്ല അതിന്. നമ്മുടെ തെറ്റായ മാർഗങ്ങളെ, വഴികളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നാ, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണമെന്നാ അവിടെ പറഞ്ഞത്. നമ്മുടെ ഇപ്പോഴുള്ള ഈ നിസ്സംഗത, അല്ലെ പാസീവ് ആയിട്ടുള്ള നമ്മുടെ മനോഭാവങ്ങൾ മാറ്റി നാം ഉണരണമെന്നാണ് അതിനർത്ഥം. രണ്ടാമത്, ദൈവമക്കൾ തങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് പ്രാർത്ഥിച്ചാൽ ദേശത്തിന് വിടുതൽ ലഭിക്കുമെന്നാ ഈ വചനത്തിന്റെ 2ാമത്തെ ഭാഗം പറയുന്നത്. ഇപ്പൊ ദേശത്തിന് അല്ലെങ്കിൽ തലമുറകൾക്ക് വിടുതൽ ലഭിക്കാൻ നമ്മളാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ഈ പ്രൊജക്റ്റും നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും മാറ്റിവെച്ച് ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളെ തന്നെ താഴ്ത്തി ദൈവമുഖത്തേക്ക് നോക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഓർക്കുകയായിരുന്നു, ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നെങ്കിൽ, അവരെക്കുറിച്ചുള്ള വിശേഷണം മറ്റും വേറെയും പറയുന്നുണ്ട്. എന്നാൽ നമ്മളെക്കുറിച്ച് പറയുന്നത് നമ്മൾ ദൈവമക്കളാണെന്നാ. എത്ര ശ്രേഷ്ഠമായ ഒരു പദവിയാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ നാം ദൈവത്തിന്റെ മക്കളെങ്കിൽ സ്വർഗീയ പിതാവിന്റെ സ്വഭാവം നമ്മൾക്കുണ്ടായിരിക്കണം. ഞാൻ ഒരു പൊട്ടക്കഥയാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഇതിനുള്ള ബന്ധത്തിലൊന്ന് ഓർപ്പിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം കേട്ടെ, ഒരു കാട്ടുതീ പടർന്നപ്പോൾ അവനൊരു നാച്ചുറൽ പ്രകൃതി സ്നേഹി ആയിരിക്കാം ഒരു പക്ഷേ, ഏതായാലും ഒരു കാട്ടുതീയില് ഒരു പാമ്പ് കിടന്ന് പിടയുന്നത് കണ്ട് അവൻ ഓടിച്ചെന്ന് അതിനെ രക്ഷിക്കാൻ വേണ്ടി കയ്യിൽ കോരിയെടുത്ത് അതിനെ രക്ഷിക്കാൻ നോക്കിയതാ. അത് എടുത്ത പാടെ കൈക്കിട്ടൊരു കടി കൊടുത്തു. അവന് പെട്ടെന്ന് കുടഞ്ഞ് ആ പാമ്പിനെ താഴെ ഇട്ടപ്പോൾ പിന്നെയും അത് ആ തീയിലേക്കാ പോയേ. എന്നാൽ അവനിലുള്ള സ്നേഹം അവൻ പിന്നെ ഒരു കമ്പെടുത്തിട്ട് ആ പാമ്പിനെ തോണ്ടി വെളിയിലിട്ട്. ഇത് കണ്ടു നിന്ന ഒരാൾ ചോദിച്ചത്, നീ എന്തിനാ ആ പാമ്പിനെ, നിന്നെ കടിച്ച പാമ്പിനെ പിന്നെയും രക്ഷിക്കാൻ ശ്രമിച്ചത്? അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പാമ്പിന്റെ സ്വഭാവമാണ് കടിക്കുക എന്നുള്ളത്, എൻ്റെ സ്വഭാവം രക്ഷിക്കുക എന്നുള്ളതാണ്. നോക്കണേ, ഞാൻ ഈ കഥ ഇത് റിയലായിട്ട് നടന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല, എങ്കിലും അതിലൊരു മോറലുണ്ട്. ഞാൻ പറഞ്ഞത്, നമ്മൾ ദൈവമക്കളാന്ന് പറയുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ട കാര്യം, നമ്മുടെ സ്വർഗീയ പിതാവിന്റെ സ്വഭാവം നമ്മളിലുണ്ടോ? അല്ലാതെ വെറുതെ ദൈവമക്കളെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? സ്വന്തം പുത്രനെ ആദരിയാതെ മഹാപാപികളായിരുന്ന നമ്മെ വീണ്ടെടുത്ത് അവിടുത്തെ മക്കളാക്കാൻ സ്വർഗീയ പിതാവ് ചെയ്ത കാര്യങ്ങൾ ഞാൻ വിവരിച്ച് കേൾപ്പിക്കുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. അത് അവന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടതും അതേ സ്വഭാവം തന്നെയായിരുന്നു. അങ്ങനെയെങ്കിൽ അവന്റെ സഹോദരങ്ങളായി നമ്മെ തിരഞ്ഞെടുത്തതും അവനെ പോലെ ലോകത്തിന്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പുമാകേണ്ടതിനാണെന്ന് നമ്മൾ മറന്നു പോകരുത്.
തിരുവചനത്തിലെ അറിയപ്പെടുന്ന കഥാപാത്രങ്ങളെ നോക്കിയാൽ അവരിലെല്ലാം ഈ ദൈവിക സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അബ്രഹാം പിതാവിനെ എടുത്തു നോക്കിക്കേ. സോദോം ഗോമോറയുടെ ചരിത്രത്തിൽ നമ്മൾക്കറിയാമല്ലോ. അത് വായിച്ചിട്ടില്ലാത്തവർ ഉൽപ്പത്തി 18-19 അധ്യായങ്ങളൊന്ന് വായിച്ചാൽ മതി. ഫലപുഷ്ടമായ ദേശം തിരഞ്ഞെടുത്ത ലോത്തിന് എന്താണ് സംഭവിച്ചതെന്ന് അവിടെ പറയുന്നുണ്ട്. എന്നാൽ ആ ദേശത്തിന്റെ ന്യായവിധിക്ക് മുമ്പേ യഹോവ അക്കാര്യം അബ്രഹാമിനെ അറിയിച്ചപ്പോൾ ആ ദേശത്തിനു വേണ്ടി യഹോവയുടെ സന്നിധിയിൽ മധ്യസ്ഥ അണയ്ക്കുന്ന അബ്രഹാമിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. നീതിമാനായ ദൈവം കാരണം കൂടാതെയല്ല സോതോമിനെ ന്യായം വിധിച്ചതെന്ന് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോതോമിന്റെയും ഗോമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമായിരുന്നുവെന്നാണ് യഹോവ പറയുന്നത്. അപ്പോൾ ആ ദേശത്തിനായി അബ്രഹാം പിതാവും മധ്യസ്ഥത അണയ്ക്കുന്ന രംഗം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. തന്നെ പറഞ്ഞു പറഞ്ഞു വന്ന് ഒടുവിൽ പറയുകയാണ്, 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ആ നഗരത്തെ നീ നശിപ്പിക്കരുത് എന്ന് ദൈവത്തോട് ഭയത്തോടെ യാചിക്കുന്ന ഒരു രംഗം അവിടെ കാണാൻ സാധിക്കും. എന്നാൽ ആ ഭാഗം വായിച്ചാൽ അബ്രഹാമിന്റെ അപേക്ഷയിൽ ദൈവം മുഷിയോ കോപിക്കുകയോ ചെയ്തതിൽ നമുക്ക് കാണാം. വാസ്തവത്തിൽ ദൈവം ക്ഷമയോടെ അവൻ ഉത്തരം നൽകുകയായിരുന്നു. ഒരുപക്ഷെ അബ്രഹാമിന്റെ അഭ്യർത്ഥനയിൽ ദൈവം സന്തോഷിച്ചു കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവൻ സഹജീവികളെ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് ആ മധ്യസ്ഥ പ്രാർത്ഥന വെളിപ്പെടുത്തുന്നുണ്ട്. അവിടെ ഒരു നീതിമാനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ദൈവം ആ പട്ടണത്തെ നശിപ്പിക്കുകയില്ലായിരുന്നെന്ന് അബ്രഹാമിന് വളരെ ഗ്രാജുവലായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവിടെ ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കാൻ ദൈവം ദൂതന്മാരെ അയച്ചതിലൂടെ ദൈവം തന്റെ കരുണയും സ്നേഹവും ഒരിക്കൽ കൂടി കാണിക്കുകയായിരുന്നു. മറ്റൊരു സന്ദർഭത്തിലാണെങ്കിലും അബ്രഹാം പിതാവിന്റെ മനസ്സോടെ ദേശത്തിനു വേണ്ടി നമ്മുടെ ഇന്നത്തെ പ്രതിസന്ധികളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ നമ്മൾക്ക് കഴിയണം. ഇനിയും മോശയുടെ ചരിത്രത്തിലേക്ക് വന്നാലോ, നോക്കിക്കേ. യഹോവയുടെ അത്ഭുത പ്രവൃത്തികളെ വേണ്ടുവോളം കണ്ട ഇസ്രായേൽ ജനം വാഗ്ദത്ത കനാനിലേക്കുള്ള യാത്രാമധ്യേ മരുഭൂമിയിൽ വെച്ച് യഹോവയ്ക്ക് പകരം കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിക്കുന്ന സംഭവമൊക്കെ ഈ പുറപ്പാട് പുസ്തകം 32-33 അധ്യായങ്ങളിൽ നമുക്ക് കാണാം. എനിക്കതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ ദയവായിട്ട് ആ ഭാഗമൊക്കെ വായിച്ച് മനസ്സിലാക്കണേ. എന്നാൽ അവിടെ യഹോവയുടെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് അവരെ ദഹിപ്പിച്ച് കളയാൻ തുടങ്ങിയായിരുന്നു. എന്നാൽ ആ സമയത്ത് മോശ ആ ജനത്തിനു വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നത് മോശയിൽ വ്യാപരിച്ച ആ ആത്മാവാണ് ഇന്ന് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മളിലും വ്യാപരിക്കേണ്ടത്. നമുക്കൊരുപക്ഷെ ഈ ദോഷം ചെയ്യുന്ന ഈ യുവതലമുറയോടൊക്കെ അല്ലെങ്കിൽ ഈ മറ്റ് പാപ വഴികളിലേക്ക് പോകുന്നവരോടൊക്കെ ഒരു വെറുപ്പോ അറപ്പോ വിദ്വേഷമോ ഒക്കെ തോന്നിയേക്കാം. എന്നാൽ അത് നീക്കിക്കളയണം. ദൈവമക്കളാണെങ്കിൽ നമ്മളിൽ വ്യാപരിക്കേണ്ടത് മോശയിൽ വ്യാപരിച്ച ആത്മാവാണ്. ദാനിയേലിന്റെ പ്രാർത്ഥന ഇങ്ങനെ ഒത്തിരി പേരുടെ പറയാൻ എനിക്കുണ്ട്. അതും നമ്മൾക്കൊരു മാതൃകയാണ്. ദാരിയേവസ് രാജാവിന്റെ രേഖയും കൽപ്പനയും തങ്ങൾക്ക് വിരോധമായി എന്ന് കേട്ടുടനെ ദാനിയേല് വീട്ടിൽ ചെന്നിട്ട് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരിക്കുന്നു. താന് മുമ്പേ ചെയ്തു വന്നതുപോലെ 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു എന്നാ നമ്മളിവിടെ കാണുന്നത്. അതും നമ്മൾക്ക് മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇനിയും തന്റെ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എസ്തേർ രാജ്ഞി പ്രഖ്യാപിച്ച ഉപവാസ പ്രാർത്ഥന പോലെ, അതും എസ്തേറിന്റെ പുസ്തകം നിങ്ങൾ വായിക്കണമേ. അവിടെ അവരുടെ വർഗത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ അഹസ്വേരോസ് രാജാവിന്റെ ആ ഭരണകാലത്ത് ഒരു ഹാമാനിലൂടെ തന്ത്രം പ്രയോഗിച്ച് ആ വർഗത്തെ മുഴുവൻ നശിപ്പിച്ചു കളയാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസവും നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ ഒരു വലിയ ഭീഷണിയിൽ നിന്ന് ദൈവം വിടുവിച്ച സാക്ഷ്യം നമ്മൾ കേട്ടല്ലോ. അത്ഭുതകരമായി ആ ദേശത്തെ, അവിടെയുള്ള ദൈവജനത്തെ സംരക്ഷിച്ച ദൈവത്തിന്റെ വിടുതൽ പോലെ അന്ന് എസ്തേർ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇതാ വലിയ ഒരു വിടുതൽ അവിടെ നൽകിയത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് നമ്മുടെ ദേശത്തിന് വേണ്ടി ഇങ്ങനെ ഒരു പ്രാർത്ഥന, അതിനുള്ളൊരു വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്കറിയാമല്ലോ, ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തിൽ നിന്ന് സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നതാണല്ലോ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അതൊരു ദൈവപൈതലിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതാണ്. 2 തിമോത്തിയോസ് 2:5 ആരാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ
മധ്യസ്ഥത വഹിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ മധ്യസ്ഥനും ഒരുവൻ, അത് യേശുക്രിസ്തു തന്നെ എന്ന് പറയുന്നു. എത്ര വ്യക്തമായാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി യേശു ക്രിസ്തുവേ ഉള്ളെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. POC ബൈബിള് ഞാനൊന്ന് എടുത്തു നോക്കി, ഇനി അവിടെ വേറെ വല്ലതും പറയുന്നുണ്ടെന്ന്. എന്നാൽ അവിടെയും ആ വചനം ഇങ്ങനെയാണ്: എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. ഈ ബൈബിൾ തങ്ങളുടെ ആധികാരിക പ്രമാണമാണെന്ന് പറയുകയും യേശുവിൻ്റെ അമ്മ മറിയയോടും മരിച്ചുപോയവരെ പുണ്യവാന്മാരാക്കിയ ശേഷം അവരോടും പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് എന്താണ് നമ്മൾ പറയേണ്ടത്? ഞാൻ ഇതിനിടയിൽ അതൊന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. എങ്ങനെയാണ് യേശു നമ്മുടെ മധ്യസ്ഥനായതെന്ന് 6-ാം വാക്യത്തിൽ പറയുകയാണ്. അവിടുന്ന് മനുഷ്യവർഗത്തിനു വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായി ക്രിസ്തുവേശു തന്നെയെന്ന് അവിടെ പറയുന്നു. നമ്മളിൽ ഒരുവനായി തീർന്ന ക്രിസ്തു നമ്മൾക്ക് വേണ്ടി മറുവിലയായതുകൊണ്ടാണ് ദൈവത്തിനും മനുഷ്യരായ നമ്മൾക്കും മധ്യസ്ഥത വഹിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശു കർത്താവ് ഇപ്പോൾ പിതാവിൻ്റെ സന്നിധി ഇരുന്നുകൊണ്ടും അവിടുന്ന് മധ്യസ്ഥ അണയ്ക്കുകയാണ്. അത് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. എബ്രായർ 7:25 പറയുന്നത്, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടിയാണ് അവിടുന്ന് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മറക്കരുത്. ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഉത്തമ മാതൃക അവിടുന്ന് നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ലൂക്കോസ് 22 അതിന്റെ 31-32 വാക്യങ്ങളില് സാത്താൻ ശിഷ്യന്മാരെ കോതമ്പ് പോലെ പാറ്റിക്കളയാൻ ചോദിച്ചപ്പോൾ യേശു പത്രോസിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ വേണ്ടി അവന് വേണ്ടി അപേക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മറ്റൊരു കാര്യം കൂടി യേശു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ലീഡേഴ്സ് നിലനിന്നെങ്കിൽ മാത്രമേ ബാക്കിയുള്ളവരെ അവർക്ക് ഉറപ്പിച്ചു നിർത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. നമ്മളെ നടത്തുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അവിടെ എടുത്തു പറയുന്നത്. പരിശുദ്ധാത്മ നിറവിൽ ദൈവസഭയെ നയിക്കാൻ ഈ കാലഘട്ടത്തിൽ ലീഡേഴ്സിനെ ദൈവസഭയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്. യേശുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ സാമാന്യ ജനം പോലും കേട്ടിട്ടുള്ളതാണല്ലോ ക്രൂസിൽ കിടന്നുകൊണ്ട് അവിടുന്ന് മൊഴിഞ്ഞത്. തന്നെ നിഷ്ഠൂരം ഉപദ്രവിച്ച് കൊല്ലുന്നതിന് ആ ആളുകൾക്ക് വേണ്ടി അപ്പോഴും അവിടുന്ന് പ്രാർത്ഥിച്ചത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. മരണത്തെ മുഖാമുഖം കാണുമ്പോഴും എത്ര ഉത്തമമായ മാതൃകയാണ് യേശു അവിടെ കിടന്നുകൊണ്ട് നമുക്ക് കാണിച്ചു തന്നത്. ഇപ്പോഴത്തെ തലമുറകൾക്ക് വേണ്ടിയും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മനോഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞെങ്കിൽ, വാസ്തവത്തിൽ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് തീർച്ചയായും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വലിയ കടപ്പാടുണ്ടെന്ന് ഞാൻ പറയുക. വാസ്തവത്തിൽ ഒരു ഏറ്റുപറച്ചിലോടെ അവർക്ക് വേണ്ടി നമ്മൾക്ക് മധ്യസ്ഥ അണയ്ക്കാം. അധികാരത്തിൽ ഇരിക്കുന്നവർ അവരാൽ ആയത് ചെയ്യട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ആശ്വാസകാലം ഇനിയും വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ദൈവത്തിൻ്റെ ന്യായവിധി തൻ്റെ രാജ്യത്തെ നശിപ്പിക്കാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ നിനവേ രാജാവിന് പോലും രാജവസ്ത്രം നീക്കിവെച്ച് രട്ടുപുതച്ച് വെണ്ണീറിലിരുന്ന് ഉപവസിക്കാൻ മനസ്സ് തോന്നിയെന്ന യോനയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവസഭകളിൽ ഇതേപോലെ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്യാൻ ആത്മഭാരമുള്ള ഒരു നേതാവിന് വേണ്ടി നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടി വരുമോ എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. അബ്രഹാം പിതാവിനെ പോലെ, മോശയെ പോലെ, ദാനിയേലിനെ പോലെ, എസ്തേറിനെ പോലെ, സ്തേഫാനോസിനെ പോലെ, യേശു കർത്താവിനെ പോലെ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, ദേശത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ തലമുറകളുടെ ഉദ്ധാരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും നമ്മൾക്കുണരാൻ ഇന്നത്തെ ചിന്തകൾ നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാനിവിടെ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.
മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഗതസമനയിലെ അതിവേദനയിൽ എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ഗതസമനയിലെ അതിവേദനയിൽ എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാ കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാ കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലായേ, ദയമൊന്നു മാത്രം യേശുവേ. അങ്ങ് സ്നേഹിക്കുവാൻ അങ്ങ് സാക്ഷിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. അങ്ങ് സ്നേഹിക്കുവാൻ അങ്ങ് സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ.